രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് UPI ചാർജുകളെക്കുറിച്ച് ഉയർന്ന അനിശ്ചിതത്വങ്ങൾക്ക് പൂർണ്ണമായും വിരാമമിട്ടുകൊണ്ട് ഉപഭോക്താക്കൾക്ക് UPI ഇടപാടുകൾ തികച്ചും സൗജന്യമായി തന്നെ തുടരാമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാം പാർലമെന്റിൽ വ്യക്തമാക്കി. പുതിയ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബില്ലിന്മേൽ പ്രതിപക്ഷമുയർത്തിയ ആശങ്കകൾക്ക് മറുപടി നൽകവെയാണ് വ്യക്തിഗത ബാങ്ക് ടു ബാങ്ക് പണമിടപാടുകൾക്കോ വ്യാപാരികൾക്ക് പണം നൽകുന്നതിനോ ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരുവിധ ഫീസും ഈടാക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയത്. ഫീസുകൾക്കായി തുക ഈടാക്കുന്നുണ്ടെങ്കിൽ അത് വ്യാപാരികളിൽ നിന്ന് മാത്രമായിരിക്കും ബാധകമാക്കുക. UPI സേവനങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും ഫീസ് ഈടാക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് ഇടയാക്കി സാധാരണക്കാരിലേക്ക് അന്തിമ സാമ്പത്തിക ഭാരം എത്തിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചെങ്കിലും ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് ധനമന്ത്രി മറുപടി നൽകി. കോടിക്കണക്കിന് വരുന്ന ഡിജിറ്റൽ ഇടപാടുകൾ സുഗമമാക്കാൻ ബാങ്കുകൾക്കും ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ഫിൻടെക് കമ്പനികൾക്കും സർവർ ശേഷിയും സൈബർ സുരക്ഷയും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അതിനായുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുകയാണ് പുതിയ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. നിയമ ഭേദഗതി പൂർത്തിയാക്കുന്നതോടെ ഫീസ് ഘടനയും നിബന്ധനകളും തീരുമാനിക്കാനുള്ള നിയമപരമായ അധികാരം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈവരും. ചെറുകിട കച്ചവടക്കാരെ ബാധിക്കാത്ത രീതിയിൽ വലിയ വ്യാപാരികളെ മാത്രം ലക്ഷ്യമിട്ടായിരിക്കും NCPI അന്തിമ മാർഗരേഖ തയ്യാറാക്കുക. ചുരുക്കത്തിൽ ഉപഭോക്താക്കൾക്ക് സേവനം സൗജന്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം.